അങ്ങനെ ക്രിസ്മസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങളുടെ കൊച്ചു വീട് ചെറിയ രീതിയിലൊന്ന് അലങ്കരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അതായത് ക്രിസ്മസിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഇറങ്ങാനുണ്ട്. അപ്പോൾ ചാച്ചൻ ഡ്യൂട്ടിക്ക് പോണ വഴിക്ക് ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചാച്ചൻ്റെ പിന്നല്ലെങ്കിൽ പോവാണ് കേട്ടോ. പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർക്കങ്ങ് ഭയങ്കര സന്തോഷമായി. പക്ഷേ റൂമിൽ നിന്നേ ക്ലാസ് കൊടുത്തിട്ടാണ് വിട്ടത്. അവിടെ ചെന്നിട്ട് അലമ്പൊന്നും കാണിക്കരുത്, ആവശ്യമില്ലാത്തതൊന്നും വേണമെന്ന് പറയരുത്, എങ്കിൽ മാത്രമേ ഇനി കൊണ്ടുപോകുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ സാധനങ്ങളാണ് വാങ്ങാൻ വന്നതെങ്കിലും എൻ്റെ നോട്ടം പോയത് ഇതേപോലത്തെ അല്ലറ ചില്ലറ സാധനങ്ങളിലേക്കാണ് കേട്ടോ. ലിപ് ബാം അങ്ങനെ അങ്ങനെ എന്താ പറയുക, നമ്മൾക്ക് പെട്ടെന്ന് കണ്ണ് പിടിക്കുന്നത് കുറേ സാധനങ്ങളുണ്ടാവുമല്ലോ, അതിലേക്കാണ് പോയത്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം ഇവർ രണ്ടുപേരും എന്ത് ചെയ്താൽ താഴെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. താഴെ നിന്നാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി നോക്കാനൊക്കെ പറ്റുള്ളൂ. ഇത് രണ്ടുപേരും ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കങ്ങ് വിശാലമായിട്ട് ഷോപ്പിംഗ് നടത്താൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളത് മാത്രം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. നടക്കണ വഴിക്കായാലും ഞാൻ പറഞ്ഞേടാ മക്കളെ ഒന്ന് നടക്കില്ല, അങ്ങ് എടുത്തോണ്ട് നടക്കണം. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഞങ്ങൾ റൂം വരേക്ക് രണ്ടിനെ അങ്ങ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. പിന്നെ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ രീതിയിൽ തണുപ്പൊക്കെ വന്നു തുടങ്ങിയതുകൊണ്ട് തന്നെ ഇങ്ങനെ രാത്രി നടക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളുടെ റൂമിന് തൊട്ട് മുമ്പിലായിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ചെറുതൊന്നല്ല, അത്യാവശ്യം വലിയ റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ജ്യൂസ് കുടിക്കാനും ചായ കുടിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവരെ ഈ പപ്പയും മക്കളും ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരുന്ന് കുടിക്കണത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഓർഡർ ചെയ്തു. അതേപോലെ ഇവർക്ക് അവക്കാഡോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവക്കാഡോയും ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ രണ്ടുപേരും അവക്കാഡോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവനൊന്നും കുടിച്ചൊന്നുമില്ല ഉമ്മാർ, ലാസ്റ്റ് ആയപ്പോൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. കറക്റ്റ് ലിഫ്റ്റിൽ കയറലും ഇവന്മാർ താഴെ ഇറങ്ങി കേട്ടോ. അത്രയും നേരം താഴെ ഇറങ്ങാത്ത ആളുകളായിരുന്നു. റൂമിലേക്കാണല്ലോ പോണേന്ന് അറിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നുണ്ട് താഴേക്ക് ഇറങ്ങി. അവിടെ ചെന്ന് ക്രിസ്മസിന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തെടുത്തു. ഇനി ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐഷുമ്മ ഒരുങ്ങി കെട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഐഷുവാണ് പറ്റുള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ വലിയ ക്ഷമയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ആലോചിച്ച് അവസാനം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഐഷുവിൻ്റെ ഇതായിട്ടുള്ള കുറേ കലാവിരുദ്ധകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ. കാരണം ഇതിൽ മുഴുവനും കാണിക്കാൻ പറ്റൂല. എന്തായാലും പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു വൈബ് ഇപ്പം ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. പിള്ളേരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോൾ അവർ ഹാപ്പിയാണ് എന്തായാലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.